Hi students, we are going through the chapter Merchant Banking. Merchant Banking എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ സ്ട്രക്ചർ ഓഫ് മെർച്ചൻറ്റ് ബാങ്കിങ് ഫേംസ് ആണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. So the structure of merchant banking includes Reserve Bank of India. So that is the monetary authority of our country, Reserve Bank of India or RBI. Then others are the banking system. Banking system include different banking institutions like commercial banks, cooperative banks, other primary credit societies, foreign banks, etc. Then the third category, non-bank financial intermediaries. Then others are non-bank miscellaneous financial intermediaries, UTI, etc. അപ്പം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് മെർച്ചൻറ്റ് ബാങ്കിങ് സിസ്റ്റം, അതിൻ്റെ സ്ട്രക്ചറാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടുഡേയ്സ് ക്ലാസ് വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ദ മെർച്ചൻറ്റ് ബാങ്കിങ് രജിസ്ട്രേഷൻ. മെർച്ചൻറ്റ് ബാങ്കിങ് എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നത്? അപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് മെർച്ചൻറ്റ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ഈ മെർച്ചൻറ്റ് ബാങ്കിങ് ഒക്കെ എങ്ങനെയാണ് ഇന്ത്യയിൽ രജിസ്ട്രേഷൻ ചെയ്യുന്നത്, അതിനുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, അതിനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് റിന്യൂ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദ ഫസ്റ്റ് ഇസ് ക്ലാസിഫിക്കേഷൻ ഓഫ് മെർച്ചൻറ്റ് ബാങ്കേഴ്സ്. മെർച്ചൻറ്റ് ബാങ്കേഴ്സിനെ നമ്മൾ എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. According to the 1992 guidelines, സെബിയുടെ ഗൈഡ്ലൈൻസ് ആണ് 1992 ഗൈഡ്ലൈൻസ്. സെബി ആണ് മെർച്ചൻറ്റ് ബാങ്കിനെ ഫുള്ളി കൺട്രോൾ ചെയ്യുന്നത്. സോ ദ മെർച്ചൻറ്റ് ബാങ്കേഴ്സ് were classified into one of four categories such as management, consulting, advising and underwriting. ഈ മെർച്ചൻറ്റ് ബാങ്കുകൾ 4 രീതിയിലാണ് ഈ മെർച്ചൻറ്റ് ബാങ്കുകളെ നമ്മൾ തരം തിരിച്ചിരിക്കുന്നത്. 4 രീതിയിൽ എന്ന് പറയുമ്പോൾ മെർച്ചൻറ്റ് ബാങ്കിങ് മാനേജ് ചെയ്യുന്ന മെർച്ചൻറ്റ് ബാങ്കുകളുണ്ട്, കൺസൾട്ടിങ് സർവീസ് കൊടുക്കുന്ന മെർച്ചൻറ്റ് ബാങ്കുകളുണ്ട്, അതേപോലെ അഡ്വൈസിങ് കൊടുക്കുന്ന മെർച്ചൻറ്റ് ബാങ്കുകളുണ്ട്, അണ്ടർ റൈറ്റിംഗ് റിലേറ്റഡ് മെർച്ചൻറ്റ് ബാങ്ക്സ് ആർ ഓൾസോ ദർ. സോ ദീസ് ആർ ദ 4 മെയിൻ ക്ലാസിഫിക്കേഷൻസ് ഓഫ് മെർച്ചൻറ്റ് ബാങ്കേഴ്സ് ഇൻ ഇന്ത്യ according to the guidelines of SEBI in 1992. മെർച്ചൻറ്റ് ബാങ്കുകൾ എന്താണെന്ന് നമുക്കറിയാം. മെർച്ചൻറ്റ് ബാങ്കുകൾ ബാങ്കിങ് ആക്ടിവിറ്റീസിന് പുറമെ മാനേജ്മെൻറ്റ് റിലേറ്റഡ്, കൺസൾട്ടിങ് റിലേറ്റഡ്, അഡ്വൈസിങ് റിലേറ്റഡ്, അണ്ടർ റൈറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്ത് കൊടുക്കുന്ന ബാങ്കിങ് സ്ഥാപനങ്ങളെയാണ് നമ്മൾ മെർച്ചൻറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവയെ നമ്മൾ എക്സ്ട്രാ കാറ്റഗറൈസ് ചെയ്യുന്നത് ഒന്ന് മാനേജ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലും കൺസൾട്ടിങ്, അഡ്വർടൈസിങ് ആൻഡ് അണ്ടർ റൈറ്റിങ്ങിനെ ബേസ് ചെയ്തിട്ടുമാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ദെൻ next we are going to discuss about the procedure for registration of merchant banks. മെർച്ചൻറ്റ് ബാങ്കുകളായിട്ട് രജിസ്ട്രേഷൻ നമ്മൾ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ മെർച്ചൻറ്റ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ്, എന്തൊക്കെ ഫോർമാലിറ്റീസാണ് അതിന് ഉള്ളത്? The board on being satisfied that the applicant is eligible shall grant a certificate. സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യനെ ബേസ് ചെയ്തിട്ടാണ് മെർച്ചൻറ്റ് ബാങ്കിങ് ഓപ്പറേഷൻസ് ഇന്ത്യയിൽ നടക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഏത് അപ്ലിക്കൻ്റ് ആണോ, ഏത് മെർച്ചൻറ്റ് ബാങ്കാണോ മെർച്ചൻറ്റ് ബാങ്കിങ് രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത്, അവരുടെ ബോർഡ് അവരിൽ സാറ്റിസ്ഫൈഡ് ആയിക്കഴിഞ്ഞാൽ അവർക്കൊരു സർട്ടിഫിക്കറ്റ് ബോർഡ് നൽകുന്നതായിരിക്കും. ഓൺ ദ ഗ്രാൻഡ് ഓഫ് സർട്ടിഫിക്കറ്റ് ദ അപ്ലിക്കൻറ്റ് ഷാൾ ബി ലയബിൾ ടു പേ the fees as they prescribed. സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത് സർട്ടിഫിക്കേഷൻ ഫീസ് പേ ചെയ്തിട്ടാണ്. അപ്പോൾ ഏത് അപ്ലിക്കൻ്റ് ആണോ മെർച്ചൻറ്റ് ബാങ്കിങ് രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത്, ആ അപ്ലിക്കൻ്റ് രജിസ്ട്രേഷൻ ഫീ പേ ചെയ്ത് കഴിഞ്ഞാൽ ബോർഡ് അതിൽ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ബോർഡ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ they will grant a special certificate for registration to the applicant. That is the procedure for registration. സോ മെർച്ചൻറ്റ് ബാങ്കിങ് ഇന്ത്യയിൽ വളരെ വ്യാപകമായിട്ട് ഇന്നുണ്ട്. ഈ മെർച്ചൻറ്റ് ബാങ്കുകളെല്ലാം തന്നെ രജിസ്ട്രേഷൻ ചെയ്യുന്നത് സെബിയുടെ അണ്ടറിലുള്ള രജിസ്ട്രേഷൻ പ്രൊസീജിയറിനെ ബേസ് ചെയ്തിട്ടാണ്. നെക്സ്റ്റ് ഇസ്
ഫീസ് പേയ്മെൻറ്റ് ഓഫ് മെർച്ചൻറ്റ് ബാങ്ക്സ്. മെർച്ചൻറ്റ് ബാങ്കുകൾ രജിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഫീസ് പേയ്മെൻറ്റ് ഫെസിലിറ്റീസ് എങ്ങനെയാണ്? ഫീസ് പേയ്മെൻറ്റ്. So, the all eligible applicants shall pay the fees in the prescribed period. മെർച്ചൻറ്റ് ബാങ്കിങ്, സെബിയുടെ അണ്ടറിൽ മെർച്ചൻറ്റ് ബാങ്കിങ് ആക്ടിവിറ്റീസ് ചെയ്യാൻ പോകുന്ന സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അപ്ലിക്കൻസ്, ദേ ഷാൾ പേ ദ ഫീസ് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് പീരീഡ്. സെബി പ്രൊസീജിയറിൽ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള പീരീഡിനുള്ളിൽ കൃത്യമായിട്ടും ഫീസ് പേ ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ മെർച്ചൻറ്റ് ബാങ്കിങ് ആക്ടിവിറ്റി ഫോളോ അപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ where a merchant banker fails to pay fees, the board may suspend the registration certificate. പ്രിസ്ക്രൈബ്ഡ് പീരീഡിനുള്ളിൽ തന്നെ ഫീസ് അടയ്ക്കുകയും ഈ ഫീസ് ഏതെങ്കിലും കാരണവശാൽ ഫീസ് പേ ചെയ്യാൻ പറ്റാത്ത സ്ഥാപനങ്ങളാണെങ്കിൽ അവരുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ആവാനുമുള്ള ചാൻസസ് ഉണ്ട്. ദെൻ ഹൗ ടു റിന്യൂ ദ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ. എല്ലാ മെർച്ചൻറ്റ് ബാങ്കിങ് സ്ഥാപനങ്ങളും അവരുടെ സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്യണം. അപ്പോൾ ഈ മെർച്ചൻറ്റ് ബാങ്കിങ് സ്ഥാപനങ്ങൾ എങ്ങനെയാണ് അവരുടെ സർട്ടിഫിക്കറ്റ് റിന്യൂവൽ ചെയ്യുന്നത്? വാട്ട് ഈസ് റിന്യൂവൽ ഓഫ് സർട്ടിഫിക്കറ്റ്? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്യുക. റിന്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പുതുക്കുക. കാലാവധി കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ കമ്പനികൾ പുതുക്കേണ്ടതായിട്ടുണ്ട്. മെർച്ചൻറ്റ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിൻ്റെ രജിസ്ട്രേഷൻ പുതുക്കേണ്ടതായിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ റിന്യൂവൽ എന്ന് പറയുന്നത്. ഈ റിന്യൂവൽ സർട്ടിഫിക്കറ്റ് കാലാവധി തീരുന്നതിൻ്റെ 3 മാസം മുമ്പെയാണ് ഈ ഒരു സർട്ടിഫിക്കറ്റിനുള്ള ആപ്ലിക്കേഷൻ മെർച്ചൻറ്റ് ബാങ്കുകൾ കൊടുക്കേണ്ടത്. ആ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ഫോം എ. ഫോം എ എന്ന് പറയുന്നത് ഒരു ഫോമാണ്. ഫോം എയിലാണ് ആപ്ലിക്കേഷൻ റിന്യൂവൽ ഫോം ആയിട്ട് ഫോം എനെയാണ് കൺസിഡർ ചെയ്യുന്നത്. Then the board, on being satisfied the applicant is eligible for renewal of certificate, shall grant a certificate in Form B. ഈ മെർച്ചൻറ്റ് ബാങ്കുകൾ ഫോം എയിൽ റിന്യൂ ചെയ്യാൻ വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കുകയും അതിൽ ബോർഡ് സാറ്റിസ്ഫൈഡ് ആവുകയും ചെയ്താൽ ബോർഡ് ആപ്ലിക്കേഷൻ സ്വീകരിച്ചു അല്ലെങ്കിൽ റിന്യൂവൽ ഗ്രാൻറ്റ് ആയി എന്ന് കാണിക്കാൻ ഫോം ബിയിലാണ് അതിനുള്ള പെർമിഷൻ കൊടുക്കുന്നത്. സോ there are 2 types of form in the case of renewal, Form A and Form B. Form Aയിലാണ് അപ്ലിക്കൻ്റ് റിന്യൂ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. റിന്യൂ ചെയ്ത് ബോർഡ് തിരിച്ച് നൽകുന്നത് ഫോം ബിയിലാണ്. സോ ദിസ് ഇസ് ദ റിന്യൂവൽ ദിസ് ഇസ് ദ പ്രൊസീജിയർ in the case of renewal of merchant banking. Next we are going to discuss about the period of validity of certificate. മെർച്ചൻറ്റ് ബാങ്കിങ് സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി, അതിൻ്റെ പീരീഡ്, കാലാവധി എത്ര വരെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ദ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഗ്രാൻറ്റഡ് അണ്ടർ റെഗുലേഷൻസ് ഷാൾ ബി വാലിഡ് ഫോർ എ പീരീഡ് ഓഫ് 3 years ഫ്രം ദ ഡേറ്റ് ഓഫ് ഇറ്റ്സ് ഇഷ്യൂ ടു ദ ആപ്ലിക്കൻറ്റ്. ആപ്ലിക്കൻറ്റിന് ഇഷ്യൂ ചെയ്തിട്ട് 3 വർഷം വരെ ആയിരിക്കും ഈ ഒരു മെർച്ചൻറ്റ് ബാങ്കിങ് സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. അത്രയും 3 വർഷം മെർച്ചൻറ്റ് ബാങ്കിങ്ങിന് ഒരേ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് തന്നെ ഉപയോഗിക്കാം. Then the merchant banker who has already been granted the certificate of registration by the board prior to the commencement of the SBI has not completed a period of 3 years shall be deemed to have a granted certificate initial registration for the period of 5 years from the date of its certificate of registration. So today's class we discussed about procedure for registration of merchant banks in India. What are the procedure of payment of fees, then how to conduct renewal of certificate, and the procedure relating to the periodicity of validity of registration, etc. Okay, thank you.